എല്ലാവർക്കും സ്വാഗതം. പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പ് ഇന്ന് 2.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. നമുക്കറിയാം, ഓരോ ഇസ്ലാം മത വിശ്വാസിക്കും അവൻ്റെ ജീവിതത്തിൽ സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും കഴിയുന്ന എല്ലാവർക്കും നിർബന്ധ ബാധ്യതയാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും പരിപൂർണമായി നിർവഹിക്കുക എന്നുള്ളത് ഓരോ ഹജ്ജിന് പുറപ്പെടുന്ന വ്യക്തികളുടെയും ഏറ്റവും വലിയ അഭിലാഷമാണ്. അതുകൊണ്ട് തന്നെ പ്രമുഖ പണ്ഡിതനും പ്രശസ്ത പ്രഭാഷകനുമായ അബ്ദുസ്സമദ് സാഹിബ് പൂക്കോട്ടൂർ ഇവിടെ പൂക്കോട്ടൂർ ഖിലാഫത്ത് യതീംഖാന കേന്ദ്രീകരിച്ചുകൊണ്ട് ഹജ്ജ് പഠന ക്യാമ്പ് ആരംഭിക്കുകയും കേരളത്തിനകത്തും പുറത്തു നിന്നും ഹജ്ജിന് പുറപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ ഈ ഒരു പഠന ക്യാമ്പ് 2 ദിവസങ്ങളിലായി നടന്നു വരുമ്പോൾ ഇവിടെ എത്തിച്ചേരുകയും അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവർക്ക് ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും അതിൻ്റെ പരിപൂർണതയോടുകൂടി നിർവഹിക്കുവാനുള്ള അറിവും അതിനുള്ള പ്രാപ്തികമാക്കുവാനുള്ള പരിശീലനവുമൊക്കെ ഈ 2 ദിവസങ്ങളിലായി ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പൂക്കോട്ടൂർ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ ജനങ്ങളും ഈ ഒരു ക്യാമ്പിനെ ഏറ്റെടുക്കുകയും ഇവിടെ ഈ പഠന ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സഹോദരിമാർക്കുമൊക്കെ തന്നെ താമസ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണവും മറ്റു അന്നപാനീയങ്ങളും ഒക്കെ നൽകി വളരെ വലിയ ആവേശപൂർവ്വമാണ് ആതിഥേയത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഈ ഹജ്ജ് പഠന ക്യാമ്പിനായി ഓരോ വിശ്വാസികളും പ്രത്യേകിച്ച് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നവരൊക്കെ തന്നെ ഇതിൻ്റെ ഡേറ്റ് അന്വേഷിക്കുകയും ഇതിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഏതാണ്ട് 10,000-ഓളം സഹോദരന്മാർ ഓരോ ക്യാമ്പിലും പങ്കെടുത്ത് അത് എല്ലാ അർത്ഥത്തിലും അവർ വളരെ സന്തോഷവും അതുപോലെ തന്നെ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ അതെല്ലാം നല്ല രീതിയിൽ നിർവഹിച്ചു എന്നുള്ളൊരു ആത്മസംതൃപ്തിയോടു കൂടിയാണ് പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിൽ പങ്കെടുത്ത ഓരോ ഹജ്ജിമാരുടെയും അനുഭവം. അതുകൊണ്ട് തന്നെ ഇന്ന് വർഷത്തെ ഹജ്ജ് ക്യാമ്പ് ഈ വരുന്ന 28, 29 തീയതികളിൽ നടക്കുകയാണ്. ഏതാണ്ട് 10,000-ഓളം സഹോദരങ്ങൾ അതിൽ പങ്കെടുക്കും. അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഹജ്ജ് ക്യാമ്പിൻ്റെ കമ്മിറ്റി അംഗങ്ങളെന്ന പോലെ തന്നെ ഈ നാട്ടിലെ ഓരോരുത്തരും അതിനുവേണ്ടി ആത്മാർത്ഥതയോടെ സജ്ജരായിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ പത്രപ്രവർത്തകരും മാധ്യമം ഒക്കെ തന്നെ ഈ ഒരു ക്യാമ്പിനെ എല്ലാ അർത്ഥത്തിലും സമൂഹത്തിന് അതിലുള്ള പ്രചാരവും ഒക്കെ നൽകി നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹകരണവും ഈ വർഷവും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ച് മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി സമദ് സാഹിബിനെ ക്ഷണിക്കുന്നു. ഇവിടെ സംഘടിപ്പിക്കുന്നത് ഹജ്ജിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പഠനം വളരെ പ്രധാനമാണ്. കാരണം ഗവൺമെൻറ്റിൽ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാങ്കേതിക ക്ലാസ്സുകൾ മാത്രമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യപരമായ നിർദ്ദേശങ്ങളും അന്താരാഷ്ട്ര യാത്രാ നിബന്ധനകളും അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതിന് ഗവൺമെൻറ് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സംവിധാനം ഇല്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അപര്യാപ്തതയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ 25 വർഷം മുമ്പ്
ഇങ്ങനെ ഒരു ക്യാമ്പ് ഇവിടെ സംവിധാനിക്കാൻ ആരംഭിച്ചത്. അതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായി ഹജ്ജ് ഒരു വലിയ തീർത്ഥാടനമാണ്. പുണ്യകേന്ദ്രങ്ങൾ സന്ദർശിക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. ആ പ്രാർത്ഥന ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഇതിവിടെ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ സർവീസ് എന്ന രീതിയിൽ ഒരുപാട് പൊതുപ്രവർത്തകർ ഇതിനു വേണ്ടി സ്ത്രീകളും പുരുഷന്മാരും ഡെഡിക്കേറ്റഡായി ഈ ഹാജിമാരെ സേവിക്കാൻ ഈ 2 ദിവസവും ഇവിടെ ഉണ്ടായിരിക്കും. അതിന് മുന്നോടിയായുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അവർ ഞങ്ങളുടെ കൂടെയുണ്ട്. വർഷങ്ങളായി അവർക്ക് പരിചയമുള്ളത് കൊണ്ട് അവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും നൽകേണ്ടതില്ല. പിന്നെ ഹാജിമാർ ഒരു രാത്രി ഇവിടെ താമസിക്കുന്നു. 28-ാം തീയതി ക്യാമ്പ് ആരംഭിച്ചാൽ അന്ന് രാത്രി ഇവിടെ താമസിച്ച് 29-ന് ക്യാമ്പ് കഴിഞ്ഞിട്ട് അവർ പോകും. അപ്പോൾ സ്വന്തം വാഹനമുള്ള ചില ആളുകളൊക്കെ പോകുമെങ്കിലും നല്ല ശതമാനം ആളുകളിവിടെ താമസിക്കാറുണ്ട്. അവരെ താമസിപ്പിക്കാൻ വേണ്ടി പരിസര പ്രദേശത്തെ വീടുകളൊക്കെ സജ്ജമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിലൊരു ഹാജി താമസിച്ചാൽ അറഫയിലൊക്കെ അവർ നിൽക്കുന്ന സമയത്ത് പ്രധാന പ്രാർത്ഥനാ വേളയിൽ അവർ ഈ വീട്ടിലേക്ക് ഫോൺ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ വീട്ടുകാർക്ക് ഹജ്ജിന് അവിടെ എത്തിയൊരു അനുഭൂതി ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വാസംഗം ചേരുന്ന സമയത്ത് ഓരോ വീട്ടുകാരും ഞങ്ങളോട് പറയുന്നു, ഞങ്ങൾക്ക് ഇത്ര ഹാജിമാർ വേണം, അവരെ താമസിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തിരഞ്ഞു നടക്കേണ്ട കാര്യമില്ല, നിർബന്ധിക്കേണ്ട കാര്യമില്ല. അവർ ഹാജിമാരെ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ തന്നെ ഭക്ഷണം ഫ്രീ ആയിട്ട് നൽകുന്നു. യഥേഷ്ടം ആവശ്യമുള്ള ചായ, മറ്റു കാര്യങ്ങൾ, പലഹാരങ്ങളൊക്കെ നമ്മൾ നൽകുന്നു. അതോടൊപ്പം തന്നെ ഓരോ വർഷവും പുതിയ പുതിയ സംവിധാനങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം അൽഹിന്ദിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കിയോസ്ക് വെച്ച് ഹാജിമാർക്ക് റിയാൽ മാറ്റി കൊടുക്കാൻ അവർ റിസർവ് ബാങ്കിൻ്റെ അനുമതിയോട് കൂടിയുള്ള ഒരു സംവിധാനം ഒരുക്കുന്നുണ്ട്. കാരണം ഹാജിമാരെ സംബന്ധിച്ചുള്ള മുമ്പ് അവർക്ക് പോകുമ്പോൾ ഗവൺമെൻറ് തന്നെ റിയാൽ മാറി കൊടുത്തിരുന്നു. ഇപ്പം അതില്ല. അവിടെ ചെന്ന് പ്രായമായ ആളുകൾക്കൊക്കെ ഇന്ത്യൻ രൂപം റിയാലിലേക്ക് മാറ്റുമ്പോൾ ഒരുപാട് വഞ്ചനയിൽ അവരൊക്കെ പെടുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ വരുന്ന ഹാജിമാർക്ക് ഇവിടെ നിന്ന് തന്നെ അവർ ഇന്ത്യൻ രൂപ കൊടുത്താൽ നിയമാനുസൃതം അവർക്ക് റിയാൽ കൈമാറാനുള്ള സംവിധാനം അൽഹിന്ദ് ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കതിന് ബന്ധമില്ലെങ്കിലും അവർക്കതിന് വേണ്ട സൗകര്യം പശ്ചാത്തലം ഞങ്ങളോട് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ക്യാമ്പിന് അതുമായി ബന്ധമില്ല. അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായി പറയേണ്ടത് മെഡിക്കൽ ചെക്കപ്പിന് ഇവിടെ സൗകര്യമുണ്ട്. അവർ ഹാജിമാർ പ്രായമായവരാണ്. 2 ഹോസ്പിറ്റൽ മലപ്പുറത്തെ പ്രധാനപ്പെട്ട, ഒന്ന് ഓർക്കിഡ് ഹോസ്പിറ്റലും വർഷങ്ങളായി MB ഹോസ്പിറ്റലും, അതിനുവേണ്ടി ഇവിടെ ഡോക്ടർമാരെയും നഴ്സുമാരെയും ആവശ്യമായ മരുന്നുകളും സജ്ജീകരിച്ചുകൊണ്ട് അതിനുവേണ്ട സംവിധാനം ഇവിടെ ഒരുക്കുന്നുണ്ട്. അവരത് സൗജന്യമായി ചെയ്യുന്ന മെയിൻ റോഡിൽ ഒരാൾ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനും തിരിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഹാജിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവരിൽ നിന്നൊന്നും ഈടാക്കാതെ അവർക്കൊരു സർവീസ് കൊടുത്തുകൊണ്ട് അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന നിബന്ധനയോടുകൂടി നമ്മൾ കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ കൂടെ നിന്നിട്ടുണ്ട്. അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ മാധ്യമ പ്രവർത്തകരും വിഷ്വൽ മീഡിയയും പ്രിൻ്റഡ് മീഡിയയൊക്കെ ഞങ്ങളെ കൂടെ നിന്നിട്ടുണ്ട്. ആ ആളുകളെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർ പ്രധാനമായും ഇതിലേക്ക് എത്തിച്ചേരും. പിന്നെ ഇതിൽ ഞങ്ങൾ പോസ്റ്റർ അടിക്കാറില്ല, നോട്ടീസ് ഇറക്കാറില്ല, ഒരു സമ്മേളനത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളൊന്നും നടത്താറില്ല. മറിച്ച് ഇവിടെ ഒരു വർഷം വന്ന ഹാജി അവരുടെ കുടുംബത്തിൽ നിന്നൊരാൾ ഹജ്ജിന് പോകുമ്പോൾ അവരോട് പറയും, ഇങ്ങനെ ഒരു ക്യാമ്പുണ്ട്, നിങ്ങൾക്ക് പോകാം. അവർ വരും. പിന്നെ 2 ദിവസം ഞങ്ങൾ തുടർച്ചയായിട്ട് ക്രമപ്രകാരം നൽകുന്നതുകൊണ്ട് അവർക്ക് കൃത്യമായി പഠിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാനമായി അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇനി അതിന് പുറമെ നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സാമൂഹ്യമായി പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ സർക്കാർ ഹജ്ജിലുള്ള ഒരു അപര്യാപ്തത എന്ന് പറയുന്നത് കേരള, അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പോകുന്ന ഹാജിമാർക്ക് ഭയങ്കര പ്രയാസമുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് ശരിക്കും ഹജ്ജിന് നേരത്തെ പോകുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഏപ്രിൽ 18-നാണ് ഫസ്റ്റ് ഫേസ് പോകുന്നത്. ഒരു കാലത്തും ഈ ഫസ്റ്റ് ഫേസിൽ കേരളത്തിൽ ഉൾപ്പെടുത്താറില്ല. ഏപ്രിൽ 18 എന്ന് പറയുമ്പോൾ ഏകദേശം ദുൽഹജ്ജ് മാസത്തിൻ്റെ തൊട്ടടുത്ത ദുൽഹജ്ജ് മാസം പിറക്കുന്ന ഒരു സമയമാണത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഭയങ്കര തിരക്കിലേക്കാണ് അവർ പോകുന്നത്. ആണ് അതിൻ്റെ ബുദ്ധിമുട്ട്. അതിൻ്റെ ശേഷം പോകുന്ന ആളുകൾ. അതേസമയത്ത് നോർത്തിൽ നിന്ന് ഏപ്രിൽ 18 പോകുമ്പോൾ അവർക്ക് സൗകര്യമായിട്ട് പോകാൻ കഴിയും. അതേസമയത്ത് കാലിക്കറ്റിൽ നിന്ന് പോകുന്നത് മെയ് 15-നാണ്. എത്ര വ്യത്യാസമുണ്ട്! ഏപ്രിൽ 18-ന് ഉത്തരേന്ത്യയിൽ നിന്ന് ഹാജിമാർ പോകുമ്പോൾ മെയ് മാസം 15-നാണ് കോഴിക്കോട്ട് നിന്ന് പോകുന്നത്. ആ 2ാം ഫേസിൽ പോകുന്ന ആളുകൾ ഭയങ്കര തിരക്കിലേക്കാണ് പോവുക. ആദ്യം പോകുന്ന ആളുകൾക്ക് വലിയ സൗകര്യം ഉണ്ടാവും. ഇതൊരു വ്യത്യാസമാണ്. ഇതിനൊരു മാറ്റം വരുത്താൻ ശരിക്ക് നമ്മുടെ കേരളത്തിലെ ഹജ്ജ് കമ്മിറ്റിയും മറ്റും ബന്ധപ്പെട്ടിട്ടും ഇതുവരെ സാധിച്ചിട്ടില്ല. അതാണ് എൻ്റെ പ്രശ്നം. കാരണം ഹജ്ജിന് പോകുമ്പോൾ ആ തിരക്കില്ലാത്ത സമയത്ത് ചെന്ന് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയണം എന്നാണ് പ്രധാനം. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ തന്നെ ഈ വിവേചനം ശരിക്കും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കാലിക്കറ്റിൽ നിന്നും കൊച്ചിയിൽ നിന്നും പോകുന്ന ഒരാൾക്ക് കൊച്ചിയിൽ കൊടുക്കുന്നതിനേക്കാൾ 21,650 രൂപ കോഴിക്കോട് കൂടുതൽ കൊടുക്കണം. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് പോകുന്ന ഹാജിയേക്കാൾ കോഴിക്കോട് പോകുന്ന ഹാജി 16,500 രൂപ കൂടുതൽ കൊടുക്കണം. കേരളത്തിലെ 3 എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. ഈ കൊച്ചി എയർപോർട്ടിൽ നിന്നും അതുപോലെ തന്നെ കണ്ണൂർ എയർപോർട്ടിൽ നിന്നും പോകുന്നതിനേക്കാൾ വലിയൊരു തുക കോഴിക്കോട്ട് കൂടുതൽ കൊടുക്കണം. കഴിഞ്ഞ തവണ ഇതിനേക്കാൾ 40,000 രൂപയായിരുന്നു, അതിപ്പോൾ കുറച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ സൗകര്യങ്ങളും സംവിധാനമുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട്. മാത്രമല്ല കൂടുതൽ ഹാജിമാരെയും മലപ്പുറത്തിൻ്റെയും പരിസര പ്രദേശത്തിൻ്റെയും ജില്ലയിൽ നിന്നാണ്, പ്രാദേശികമായി പറയല്ല. ഏറ്റവും കൂടുതൽ ഉള്ള ആളുകളെയാണല്ലോ പരിഗണിക്കേണ്ടത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് കൂടുതൽ പൈസ ഈടാക്കുന്നത് കൊണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് 7,950 ഹാജിമാർ പോകുന്നുണ്ട്.
കണ്ണൂരിൽ നിന്ന് 4260 ഹാജിമാർ പോകുന്നുണ്ട്. കോഴിക്കോട് നിന്ന് വെറും 920 ഹാജിമാരേ പോകുന്നുള്ളൂ. കാരണം എംബാർക്കേഷൻ പോയിന്റ് അവർ തിരഞ്ഞെടുത്തില്ല കോഴിക്കോട്. എന്താ കാരണം? കാശ് കൂടുതൽ കൊടുക്കണം, ഭയങ്കര നഷ്ടമല്ലേ. മാത്രമല്ല ഒരു 28ലധികം ആൾക്കാർ ഔട്ട് ഓഫ് കേരള എയർപോർട്ടാണ് തിരഞ്ഞെടുത്തുള്ളത്. അപ്പോൾ ഈ ഒരു ഗതികേട് വരുന്നത് കോഴിക്കോട് നിന്ന് കൂടുതൽ കാശ് ഈടാക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഇതൊരു പൊതുസമൂഹത്തിന് വേണ്ടിയാണ്, പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിന് വേണ്ടി പറയുന്നതല്ല. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ഫേസിൽ കേരളത്തെ ഉൾപ്പെടുത്തുക. ഒരു വർഷമെങ്കിലും ഉൾപ്പെടുത്തിക്കൂടെ, അല്ലെങ്കിൽ കുറച്ച് ആളുകളെങ്കിലും ഉൾപ്പെടുത്തിക്കൂടെ, കുറച്ച് ഫ്ലൈറ്റുകളെങ്കിലും ഉൾപ്പെടുത്തിക്കൂടെ. ഫസ്റ്റ് ഫേസ് പോകുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് 18 ഏപ്രിലാണ്. നല്ല സൗകര്യ ടൈമാണ്, അവർക്ക് ഇഷ്ടംപോലെ സാവകാശം കിട്ടും. മാത്രമല്ല മക്ക ശരിക്കും ഉപയോഗപ്പെടുത്താൻ അവർക്ക് നല്ല തിരക്കില്ലാത്ത സമയത്ത് പറ്റും. കാലിക്കറ്റിൽ നിന്ന് പോകുന്നത് മെയ് 5-നാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് നല്ല തിരക്കുള്ള സമയമായിരിക്കും. മക്കയാണ് കൂടുതൽ അവർ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലം. മദീനയിൽ 8 ദിവസം മാത്രമേ നിൽക്കൂ. ഇവർ മദീനയിൽ പിന്നീട് പോകും, ഹജ്ജ് കഴിഞ്ഞിട്ട് അവർക്ക് ടൈം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ KMCCയുടെ പ്രവർത്തകർ മുജീബ് പൂക്കോട്ടൂർ പോലുള്ള ആളുകളുണ്ട്, അവരൊക്കെ അവിടെ സർവീസ് ചെയ്യുന്ന ആളുകളാണ്. വൈകി വരുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ പോകുന്ന ഹാജിമാരുടെ കൂട്ടത്തിൽ കേരളത്തിനും ഒരു ചാൻസ് നൽകണം. ഇത് നോർത്ത് ഇന്ത്യക്ക് മാത്രം ചെയ്യുമ്പോൾ പ്രാദേശികവാദം പറയുകയല്ല, കാലങ്ങളായി നടക്കുന്ന ഈ വിവേചനം അവസാനിപ്പിക്കണം. അതുപോലെ ഈ ചാർജിൽ വ്യത്യാസവും ഇത് ഞങ്ങളൊരു ആവശ്യമായി ഉന്നയിച്ചു എന്ന് മാത്രം, സാന്ദർഭികമായി പറയാൻ അവസരം ലഭ്യമായപ്പോൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ നിലവിൽ കോഴിക്കോട് നിന്ന് കറക്റ്റ് ചാർജ് ഞാൻ എഴുതിയില്ല. അതായത് കൊച്ചിയേക്കാൾ 7950 രൂപ കൂടുതൽ, കൊച്ചിയേക്കാൾ 21,650 രൂപ കൂടുതലാണ്. ഡീറ്റെയിൽ അവിടെ ഞാൻ തരാം. കണ്ണൂരിനേക്കാളും 16,500 രൂപ കൂടുതലാണ്. അത് കറക്റ്റാണ്, അത് ഡാറ്റ കറക്റ്റാണ്. വ്യത്യാസമുണ്ട്, അതാണ്. കാലിക്കറ്റ് എംബാർക്കേഷൻ ഇനിയിപ്പോൾ പുതിയ നോർത്ത് ഇന്ത്യയിലെ പിന്നെ ബാക്കി മരണപ്പെട്ടവരും മറ്റുമായ ആളുകളും പരിക്കേറ്റവരൊക്കെ ആളുകൾ പിന്നെ നറുക്കെടുപ്പ് നടത്തുമല്ലോ, അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ഡാറ്റ കാലിക്കറ്റിൽ നിന്ന് 920 ആളുകളാണ്. അല്ല, മെയ് 15 ഫസ്റ്റ് ഫ്ലൈറ്റ് മെയ് 15 കോഴിക്കോട് നിന്ന്. ദുൽഖഅദ് 28ഓളം ആകും. അപ്പോൾ നോർത്ത് ഏപ്രിൽ 15 ഫസ്റ്റ് തുടങ്ങുന്നുണ്ട്. ഫസ്റ്റ് ഫേസ് ഏപ്രിൽ 15, കറക്റ്റ് പറഞ്ഞുതരാം. ഫസ്റ്റ് ഫേസ് ഏപ്രിൽ 15 ആദ്യം തുടങ്ങുന്നുണ്ട്. കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ പത്രത്തിൽ കണ്ടതാണല്ലോ, ഞാൻ വേണമെങ്കിൽ കറക്റ്റ് പറഞ്ഞുതരാം. പത്രത്തിൽ വന്നിരുന്നു. ഇതിൽ ഫസ്റ്റ് എനിക്ക് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് പോകുന്നത് 18 ഏപ്രിൽ, എന്നിട്ട് അവർ മെയ് 4 അവസാനിപ്പിക്കുകയാണ്. അവിടെ അവസാനിച്ചിട്ട് അവർ ഇവിടുന്ന് വരുന്നത്. അതിൽ വരുന്നത് ഡൽഹി, ഗയ, ഗുവാഹട്ടി, ഇൻഡോർ, ജയ്പൂർ, കൊൽക്കത്ത, ലക്നൗ, മുംബൈ, നാഗ്പൂർ, ശ്രീനഗർ, വിജയവാഡ. ഇത്രയും എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് ഫസ്റ്റിൽ ആരംഭിക്കുന്നുണ്ട് ഏപ്രിൽ 18. നല്ല സൗകര്യമുള്ള ടൈമാണ്. ആ സ്ഥലത്ത് പിന്നീട് വരുന്നത് പിന്നെ മെയ് മാസത്തിൽ വരുന്നത് അഹമ്മദാബാദ്, അതുപോലെ തന്നെ ബാംഗ്ലൂർ, കാലിക്കറ്റ്, ചെന്നൈ, കൊച്ചി, ഡൽഹി, ഹൈദരാബാദ്, കണ്ണൂർ, മുംബൈ 2 ബേസിലുണ്ട്. ഇതെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ഫസ്റ്റ് ടൈമിൽ നല്ല തിരക്കുണ്ടാവും. ആ തിരക്ക് കൂടി വരുന്ന സമയമാണ് മക്കയിൽ. അപ്പോൾ ഈ തിരക്ക് കൂടുന്ന സമയത്താണ് ഈ ഹാജിമാരെത്തുന്നത്. അവർക്ക് തവാഫ് ചെയ്യാനും ഉംറകൾ കൂടുതൽ ചെയ്യാനും വലിയ പ്രയാസം ഉണ്ടാവും. അതാണ് ബുദ്ധിമുട്ട്. ഇനി ക്യാബിനെ കുറിച്ച് പറ്റും, ക്യാബിൻ്റെ ഇനി ഡീറ്റെയിൽസ് വേണമെങ്കിൽ പറയട്ടോ, കൺവീനർ പറഞ്ഞു. ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളും സമുദായവും വിശദീകരിച്ചു. പൂക്കോട്ടൂരിൻ്റെ ഒരു ആഘോഷമാണ് ഈ ക്യാമ്പ് കൊടുത്തുകൊണ്ടാണ് സമുദായ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഹാജിമാർ ഈ ക്യാമ്പിന് ഇത്ര കൂടുതൽ ഹാജിമാർ ഇവിടെ പങ്കെടുക്കുന്നതും ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. അവരെ ഈ ആതിഥ്യ മര്യാദയോട് കൂടി ഇവിടെ നാട്ടുകാർ അവർക്കുള്ള താമസം, ഭക്ഷണം എല്ലാം സൗജന്യമായി കൊണ്ടാണ് നാട്ടുകാർ നൽകുന്നത്. അത് ഇവിടെ നാടിൻ്റെ ഒരു ആഘോഷമാണ്. ഈ സമയത്ത് ഇവിടെ വീടുകളിലുള്ള ഗൾഫുകാർക്ക് വീട് മാറി തന്നുകൊണ്ട് ഹാജിമാരെ താമസിപ്പിക്കാനുള്ള സൗകര്യം നൽകി വരുന്നുണ്ട്. അതുപോലെ ഇവിടെ നാട്ടിൽ അന്ന് കല്യാണം പോലും ഈ 2 ദിവസം വെക്കാറില്ല. അപ്പോൾ ഈ നാടിൻ്റെ ഒരു ആഘോഷമാണ്. അതെല്ലാം അവരുടെ പ്രാർത്ഥന മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് നടത്തപ്പെടുന്നത്. പൂക്കോട്ടൂർ ഖിലാഫത്ത് മെമ്മോറിയൽ ഇസ്ലാമിക് സെന്ററിന്റെ കീഴിലാണ് ഇത് നടത്തപ്പെടുന്നത്. ഇതിന് 25 വർഷമായി നേതൃത്വം നടക്കുന്ന സമദ് സാഹിബും പിന്നെ ഇതിന്റെ ഒരു കൺവീനറായി പ്രവർത്തിക്കുന്നത് മുനീർ സാഹിബുമാണ്. അവർ അന്ന് മുതൽ ഇന്ന് വരെ ക്യാബിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച് വരുന്നവരാണ്.